ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നമ്മുടെ ഏദൻ തോട്ടത്തിലെ ലേത. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഏദൻ തോട്ടത്തിൻ്റെ പച്ചക്കറി തോട്ടത്തിൻ്റെ ഒരറ്റത്ത് ഒരു ചെറിയ കൂട്ടിലിരുന്ന് ആരോടും ഒരു പരിഭവമോ ഒരു പരാതിയോ ഇല്ലാതെ ഒരു വർഷത്തിൻ്റെ എല്ലാ ദിവസവും ഫുൾ ടൈം 24 മണിക്കൂറും പണിയെടുക്കുന്നത് ഈ കുഞ്ഞന്മാരുടെ അടുത്താണ്. ഇത് നോക്കുമ്പം കാണാം, ഇത് അവർ ഫുൾ ടൈം ജോലിയിലാണ്. ഇതാരാന്ന് മനസ്സിലായോ? ഇവരാണ് ചെറുതേനീച്ചകൾ. നമ്മൾ 2 തരത്തിലുള്ള തേൻ വാങ്ങാറുണ്ട് അല്ലേ? ചെറുതേനും മറ്റേ വലിയ തേനും. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ചെറുതേനീച്ചകളാണ് കേട്ടോ. തേന് തരുന്നത് മാത്രമാണ് ഇവരുടെ ജോലി? അല്ല, ഒരിക്കലും അല്ല. ഈ ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് ആധാരം എന്ത് എന്നുള്ള ഒരു ചോദ്യം നമ്മളടുത്ത് ചോദിച്ചാലേ നമ്മൾ പെട്ടെന്ന് പറയുന്ന ഉത്തരം എന്തായിരിക്കും? ജലം, വായു എന്നൊക്കെ ആയിരിക്കും അല്ലേ? എന്നാൽ ഈ കുഞ്ഞന്മാരും പൂമ്പാറ്റകളുമാണ് അതിന് ശരിയായ ഉത്തരം. എങ്ങനെയാണെന്നറിയാമോ? ഇവരില്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലെ സകല ജീവജാലങ്ങളും നശിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, പോളിനേഷൻ നടക്കണ്ടേ സസ്യങ്ങളിൽ? പോളിനേഷൻ നടന്നാലല്ലേ വിത്തുൽപാദനം നടക്കുകയുള്ളൂ. വിത്തുൽപാദനം നടന്നാൽ മാത്രമേ നമുക്ക് സസ്യങ്ങളുടെ അടുത്ത തലമുറയെ കിട്ടുകയുള്ളൂ. നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഫ്രൂട്ട്സ് ആയിട്ടോ ധാന്യങ്ങളായിട്ടോ ഏത് രീതിയിലായിരുന്നാലും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പോളിനേഷൻ നടന്ന് ആ ഉൽപ്പാദനം നടന്നാൽ മാത്രമേ, ആ ഫലവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനം നടന്നാൽ മാത്രമേ നമുക്ക് അത് കിട്ടുള്ളൂ. അപ്പോൾ ഈ കുഞ്ഞന്മാരുടെ വലിപ്പം എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ? അപ്പോൾ ഇവർ നശിക്കാതെ നോക്കേണ്ടത് നമ്മുടെ ജോലിയല്ലേ? അപ്പോൾ ഇവരില്ലെങ്കിൽ ഭൂമി നശിക്കും. ഭൂമിക്ക് നിലനിൽപ്പുണ്ടെങ്കിലല്ലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ ഇവർക്ക് വേണ്ടുന്ന ആവാസ വ്യവസ്ഥ ഒരുക്കി ഇവർ ഭൂമിയിൽ നിന്ന് നശിച്ചു പോകാതെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ പച്ചക്കറി തോട്ടത്തിലും പൂന്തോട്ടത്തിലും ഒക്കെ ഈ ഫ്ലവറിങ് പ്ലാന്റ്സ്, പൂക്കളുള്ള പ്ലാന്റ്സ്, അല്ലെങ്കിൽ ഇവർക്കുള്ള പൂമ്പൊടി കിട്ടുന്ന പ്ലാന്റ്സ്, അതൊക്കെ ധാരാളം വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. എന്ത് രസമല്ലേ? എല്ലാവരും വന്ന് ആ കൂട്ടിന് പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് കണ്ടോ? അത് എന്തോ ഒരു സാധനം പുറത്ത് കൊണ്ടുവരുന്നത് കണ്ടോ? ഇവരെപ്പോഴും കൂട് നീറ്റായിരിക്കും. ആ കൂട്ടിനകത്തുള്ള ഈ ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ ഇവർ പുറത്ത് കൊണ്ട് കളയും. ഇവരെല്ലാവരും ജോലിക്കാരായിട്ടുള്ള ഈച്ചകളാണ് ഇവിടെ വന്ന് നോക്കിയിരിക്കുന്നത്. കുറേ പേര് പുറത്ത് പോയിരിക്കുന്നു, കുറേ പേര് പുറത്തേക്ക് പോകാൻ റെഡിയാവുന്നു, അകത്തേക്ക് വരുന്നു, പുറത്തേക്ക് പോകുന്നു. ഫുൾ ടൈം വർക്കാണ് ഇവർ. ഒരു റെസ്റ്റ് ഇല്ലാത്ത ജോലിയാണ്. നമ്മൾ ചെന്നിട്ട് ഇവരുടെ തേനൊക്കെ നമ്മൾ മോഷ്ടിച്ച് കഴിക്കുമല്ലേ? നോക്കിക്കുക, എന്ത് രസമല്ലേ ഇതിങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ. ഇവരെ നോക്കിയിരുന്നാൽ തന്നെ നമ്മൾ എന്തുമാത്രം മടിയന്മാരാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇവർക്ക് റെസ്റ്റ് ഇല്ല, ഇവർ റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്യാണ്. അപ്പോൾ നമ്മുടെ തേനീച്ചക്കുട്ടന്മാരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ഏദൻ തോട്ടത്തിലെ അടുത്തൊരു വിശേഷമായിട്ട് നമുക്ക് അടുത്ത് വീണ്ടും കാണാം കേട്ടോ.